السلام عليكم ورحمة الله وبركاته. كيف حالكم؟ شو حالك؟ شو أخبارك؟ كلكم طيبين؟ اليوم نتحدث عن اللغة العربية وفي التحيات في اللغة العربية، يعني greetings in Arabic. അപ്പോൾ ഇന്ന് നമ്മുടെ കോഴ്സിൻ്റെ ആദ്യത്തെ ക്ലാസ്സാണ്. നിങ്ങളെല്ലാവരും ഇമറാത്തി അറബിക് പഠിക്കാൻ വേണ്ടിയിട്ട് വളരെ ഇഷ്ടത്തോടുകൂടെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. ആദ്യം നമ്മൾ ബിഗിനർ ലെവലിൽ ലെവൽ 1 അഥവാ ബിഗിനർ ലെവലിലാണ് നമ്മൾ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുക. അപ്പോൾ ഇഫ് യു ആർ ഗുഡ് ഇനഫ് ഇൻ യുവർ ബേസിക് ലെവൽ, നിങ്ങളുടെ ഒന്നാമത്തെ സ്റ്റെപ്പിൽ നിങ്ങൾ വളരെ അധികം കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അടുത്ത ലെവലിൽ ക്ലാസ്സുകൾ ശ്രദ്ധിക്കാം. അതല്ല, നിങ്ങൾക്ക് കുറച്ചൊക്കെ ചെറിയൊരു കോൺഫിഡൻസ് ഉണ്ട്, പക്ഷേ അത് കുറച്ചൊക്കെ വാക്കുകൾ അറിയാം, അവയെ കൃത്യമായിട്ട് സംസാരിക്കാനോ പറയാനോ അതിൽ വേണ്ട രീതിയിൽ എക്സ്പ്രസ് ചെയ്യാനോ കഴിയാത്ത ആളുകളാണെങ്കിൽ ഡെഫിനറ്റ്ലി യു ഷുഡ് വാച്ച് ദിസ് വീഡിയോ until the end. സോ ഇത് നമ്മുടെ ആദ്യത്തെ ലെവലിലെ ആദ്യത്തെ വീഡിയോ ആണ്. ഇതിൽ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കാൻ പോകുന്ന അറബിയിലുള്ള തഹയ്യാത്ത്, ഗ്രീറ്റിംഗ്സുകളാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന വളരെ ബേസിക് ആയിട്ടുള്ള ഒന്നാണ് സലാം അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു, വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അതിനുശേഷം എങ്ങനെയാണ് അറബിക്കിൽ ഫോർമലായിട്ട് വളരെ കോമൺ ആയിട്ട് എങ്ങനെയാണ് ഗ്രീറ്റിംഗ് ചെയ്യേണ്ടത്? ഇത് ഒട്ടുമിക്ക സ്ലാങ്ങുകളിലും വളരെ ബേസിക് ആയിട്ട് വളരെ ഫെമിലിയർ ആയിട്ട് കൈഫൽ ഹാൽ എന്നൊക്കെ നമ്മൾ മോഡേൺ അറബിയിൽ പഠിച്ചിട്ടുണ്ടാവും. എന്നാൽ നമുക്ക് ഒരു അറബിയെ കണ്ടുമുട്ടുമ്പോൾ അയാൾക്ക് ഈ പറഞ്ഞ സ്പോക്കൺ അറബിക്ക് മാത്രമേ അറിയുകയുള്ളൂ. സ്റ്റാൻഡേർഡ് അറബിക്കിനെ കുറിച്ച് യാതൊരു വിവരം ഇല്ലാത്ത ആളാണ്. അപ്പോൾ അയാൾ എങ്ങനെ നമ്മൾ ഗ്രീറ്റ് ചെയ്യണം, അയാളോട് എങ്ങനെ നമ്മുടെ കോൺവെർസേഷൻ തുടങ്ങണം എന്നീ കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് ഒരാളെ കാണുമ്പോൾ നമ്മൾ അറബികൾ പൊതുവെ ഇമറാത്തി, നമ്മൾ ഈ ഒരു സെഷനിലുടനീളം ഇമറാത്തി അറബിക്കായിരിക്കും കോൺസെൻട്രേറ്റ് ചെയ്യുക. അപ്പം ഹല 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 നമ്മൾ അറബിയിൽ ഹലോ എന്നൊക്കെ, ഇംഗ്ലീഷിൽ ഹലോ എന്നൊക്കെ പറയുന്ന പോലെ അറബിയിൽ ഹല ഹല മർഹബൻ ഹല അഹ്ലൻ വസഹ്ലൻ എന്നുള്ള രീതിയിലാണ് അവർ സാധാരണ ഹായ് ഹലോ എന്നുള്ള രീതിയിൽ പറയാറുള്ളത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഓർത്തിരിക്കാൻ പറ്റും, ഹലോ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ. പിന്നെ സബാഹ് അൽ ഖൈർ, മസാ അൽ ഖൈർ, നമ്മൾ രാവിലെ സമയത്താണ് കണ്ടുമുട്ടുന്നതെങ്കിൽ സബാഹ് അൽ ഖൈർ, അപ്പോൾ അതിന് മറുപടിയായിട്ട് സബാഹ് അൽ നൂർ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങാൻ പറ്റും. ഇനി ഈവനിങ്ങിലാണ് കണ്ടുമുട്ടുന്നതെന്നുണ്ടെങ്കിൽ മസാ അൽ ഖൈർ, മസാ അൽ ഖൈർ എന്ന് തന്നെ തിരിച്ച് ആൻസർ ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒന്ന്, ലഹ്ജയിലെത്തുമ്പോൾ ഇപ്പോൾ ചില ആളുകൾക്ക് മോഡേൺ സ്റ്റാൻഡേർഡ് അറബിക്കിൽ കൈഫൽ ഹാൽ എന്ന് പറയുന്നുണ്ട്, പക്ഷേ അറബികൾ പ്രത്യേകിച്ച് ഇമറാത്തി അറബികൾ അങ്ങനെ ഉപയോഗിക്കാറേ ഇല്ല. മറിച്ച് അവരെങ്ങനെയാണ് പറയാറുള്ളത്? ഒന്നിരിക്കൽ ഷുഹാലക്, ഷുഹ്ബാറക് എന്നൊക്കെയുള്ള രീതിയിലുള്ള പ്രയോഗങ്ങളാണ് പറയാറുള്ളത്. നമുക്കത് അറബികൾ പറയുന്ന ഒരു രൂപത്തിൽ തന്നെ ഒന്ന് കേട്ടു നോക്കാം. അതിനുശേഷം നിങ്ങൾക്ക് അതിലുള്ള ഒരു വ്യത്യാസവും കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. നിങ്ങളിവിടെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഷഹാലക് ഷഹ്ബാറക് എന്നുള്ള ഒരു ഷ് എന്നുള്ള ശബ്ദമായിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഷ് എന്ന് ചില ലഹജയിൽ ഉപയോഗിക്കാറുണ്ട്, അതായത് കൈഫ് എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ അതിനെ വളരെ ചുരുക്കിയിട്ട് വെറും ഷ് എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ വേർഡിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ എങ്ങനെ ഇരിക്കുന്നു, നിങ്ങളുടെ എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷണം എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ ചോദിക്കുന്നതിന് പകരമായിട്ടാണ് അങ്ങനെ ചോദിക്കാറുള്ളത്. പിന്നെ ഹൗ ഐ ഡൂയിങ് എന്നുള്ള നമ്മൾ ഇൻഫോർമലായിട്ട് ചോദിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ് ഷ്മോസി, അലൂമിക് എന്നൊക്കെയുള്ള രീതിയിൽ ചോദിക്കാറുണ്ട്. അത് നമുക്ക് കേട്ടു നോക്കാം. ശ്രദ്ധിച്ചില്ല? ഷംസവി അലൂമക് എന്നുള്ള രീതിയിൽ ഹൗ ആർ യു ഡൂയിങ് എന്നുള്ളതിന് വളരെ ഇൻഫോർമലായിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ അതിന് മറുപടി ആയിട്ട് നമ്മൾ ബിഖൈർ വ അൻത്, ബിഖൈർ അൽഹംദുലില്ലാ വ അൻത് എന്നൊക്കെ ചോദിക്കും. ഐ എം ഡൂയിങ് ഗുഡ്, ഫൈൻ, ഹൗ അബൌട്ട് യു, ഹൗ അബൌട്ട് യു. അപ്പം ഓക്കെ മഷ്കൂർ, ഓക്കെ മഷ്കൂർ, ഓക്കെ എന്നുള്ള ഇംഗ്ലീഷ് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ മഷ്കൂർ അല്ലെങ്കിൽ അന ജയ്യിദ്, അൽഹംദുലില്ലാ ബിഖൈർ. പക്ഷെ അങ്ങനെയുള്ളതൊന്നും പൊതുവെ നമ്മൾ ലഹജകളിൽ കാണാറില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ ലെസൺ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ ആളുകൾക്കും എങ്ങനെയാണ് നമ്മൾ അറബിയിൽ ഗ്രീറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് ഒരു ചെറിയ ധാരണയെങ്കിലും കിട്ടിയിട്ടുണ്ടാവും. ഇനി നമ്മൾ വരുന്ന ക്ലാസ്സുകൾ അതിനെ കൂടുതൽ ഉപയോഗിക്കുകയും കൂടുതൽ നമ്മൾ പ്രയോജനപ്പെടുത്തുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ കാണുന്നവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ദുംതും ബിൽ ഖൈരി വൽ ആഫിയ.